പ്ലാനറ്റോറിയം വിപുലീകരണത്തിന്റെ പാതയിൽ. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് പയ്യന്നൂർ, വെള്ളൂർ, ഏച്ചിലാമ്പയൽ കുന്നിനു മുകളിൽ വാനനിരീക്ഷണ കേന്ദ്രമായ ആസ്ട്രോയിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന സയൻസ് പാർക്ക്, പ്ലാനറ്റോറിയം എന്നിവയുടെ തറക്കല്ലിടൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ടൂറിസം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യുന്നതാണ്. ടൂറിസത്തിൽ നിന്നുള്ള വരുമാനവും റെക്കോർഡിലെത്തി. ഈ മുന്നേറ്റം കേരളത്തിൽ സാധ്യമാകുന്നത് ജനങ്ങളുടെ പിന്തുണ കൂടി ഉള്ളതിനാലാണ്. ജനങ്ങളാണ് ടൂറിസത്തിൻ്റെ ശക്തി. കേരളത്തിലെ ടൂറിസം വളർത്തുവാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. ബഹുമാന്യനായ MLA ശ്രീ TI മധുസൂദനൻ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ഏച്ചിലാമ്പയൽ ആസ്ട്രോ സയൻസ് പാർക്ക്, പ്ലാനറ്റോറിയം എന്നിവ. 4 കോടി രൂപ ഇതിനായി അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഡിജിറ്റൽ പ്ലാനറ്റോറിയം, 3D തിയേറ്റർ, ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണം തുടങ്ങിയ ഈ പദ്ധതിയുടെ ഭാഗമായി പലതും ഒരുക്കുന്നുണ്ട്. ജനങ്ങളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനോടൊപ്പം ശാസ്ത്ര ടൂറിസം വളർത്തുവാനും ഇത് ഉപകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു. കൗൺസിലർ E. ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. ശാസ്ത്ര സാങ്കേതിക മേഖലക്കും ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് ആ രംഗത്തും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇവിടെ മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ആര് പൈലറ്റ് ചെയ്യും എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് വലിയ ഇടപെടൽ ഞങ്ങൾ നടത്തി. ഇവിടെ MLAയുടെ ഓഫീസിൻ്റെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള സജീഷ് കുമാർ ഇവിടെയുണ്ട്. ഈ വർഷങ്ങളിലെല്ലാം ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് സജീഷ് കൂടിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂട്ടായിട്ടാണ് ഇത് ടൂറിസത്തിനെ കൊണ്ട് തന്നെ ഏറ്റെടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തുന്നത്. അന്നേരമാണ് ഈ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് എന്നാൽ ആദ്യഘട്ടം ബജറ്റിലൊരു തുക നീക്കി വയ്പ്പിക്കാം എന്നുള്ള ആലോചന നടത്തി 4 കോടി രൂപ PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശിഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ടൂറിസം വകുപ്പ് കണ്ണൂർ TC മനോജ് കുമാർ, ആസ്ട്രോ ഡയറക്ടർ K. ഗംഗാധരൻ, V. നാരായണൻ, KV ബാബു, K. ജയരാജ്, OT സജേഷ്, E. ഭാസ്കരൻ, KV ദിനേശൻ, ആർക്കിടെക്ട് രശ്മി എന്നിവർ സംസാരിച്ചു. 4 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ടം പണി ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.